മണിപ്പൂരിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പാക് ചാര സംഘടന ISI സൗകര്യമൊരുക്കാൻ തയ്യാറായി രംഗത്ത്. പഴഞ്ചൻ ആയുധങ്ങൾ മാറ്റി പുതുപുത്തൻ ഹൈടെക് ആയുധങ്ങൾ വാങ്ങുന്നതിലും നിർമ്മിക്കുന്നതിനുമുള്ള സഹായങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും നൽകാനാണ് ഒരുക്കം നടക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യയുടെ മാരക തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമായിരുന്നു. ഇതോടെ ഇവ പുനഃസ്ഥാപിക്കാനുള്ള നെട്ടോട്ടത്തിൽ പലരെയും സഹായത്തിനായി ഇവർ അഭ്യർത്ഥിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു. എന്നാൽ എന്തിനധികം പറയുന്നു, എല്ലാത്തിനും ഒത്താശ ചെയ്യുന്ന പാക് സർക്കാർ തന്നെ ഇവർക്ക് സഹായം നൽകുകയാണ് പിന്നീടുണ്ടായത്. അതിനെല്ലാം തന്നെ ഒടുവിലാണ് ഇപ്പോൾ പാക് ചാര സംഘടന ISI അവരുടെ സഹായം നൽകാമെന്ന തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് ആധുനികവും ഹൈടെക് ആയുധങ്ങളിലേക്കുമുള്ള പരിവർത്തനത്തിന് ISI സൗകര്യമൊരുക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രപരമായി അസോൾട്ട് റൈഫിലുകൾ, അതുപോലെ തന്നെ മോട്ടാറുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയെ തന്നെ ആശ്രയിച്ചിരുന്ന സംഘം ഇപ്പോൾ ക്വാഡ്കോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഡിജിറ്റൽ യുദ്ധ ഉപകരണങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നതാണ്. 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ദുരന്തം എന്നിവയുൾപ്പെടെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മാരകമായ ചില ഭീകര ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഉത്തരവാദികളായിട്ടുള്ളത്. അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിലെ ചില ഘടകങ്ങൾ ജെയ്ഷെ കേഡർമാരെ നേരിട്ട് തന്നെ പരിശീലിപ്പിക്കുമെന്നും കരിഞ്ചന്തയിൽ ഉൾപ്പെടെയുള്ള ആ ഒരു സംഭരണ മാർഗങ്ങൾ തുറക്കുന്നതും നല്ല ധനസഹായം ലഭിക്കുന്നതുമായി തുടരുന്നത് ISI ഉറപ്പാക്കുമെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജെയ്ഷെയുടെ മൊത്തം ഫണ്ടിന്റെ 50% ആയുധങ്ങൾ വാങ്ങുന്നതിലാണ് അവർ അതിനായി തന്നെ മാറ്റിവെക്കുന്നു. ജെയ്ഷെയുടെ അടുത്ത സഖ്യകക്ഷിയായ ടെഹരിക്ക് താലിബാൻ പാകിസ്ഥാൻ അതുപോലെ തന്നെ മുൻപ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള വളർന്നു വരുന്ന പങ്കാളിത്തം പ്രത്യേകിച്ച് അപകടകരമാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. സ്രോതസ്സുകൾ പ്രകാരം ജെയ്ഷെ മുഹമ്മദ് പ്രതിവർഷം 80 മുതൽ 90 കോടി പാകിസ്ഥാൻ രൂപ ലഭ്യമാക്കുന്നുണ്ട്. അതിൽ വലിയൊരു ഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ അവരാണ് അതിൻ്റെ ദാതാക്കളെന്ന് വ്യക്തമാക്കുന്നു. ഈ പണത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ ഡിജിറ്റൽ വാലറ്റുകളിലൂടെയും ഓൺലൈൻ കൈമാറ്റങ്ങളിലൂടെയുമാണ് ഒഴുകിയെത്തുന്നത്. തുടർന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും സ്ലീപ്പർ സെല്ലുകൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ വഴിതിരിച്ചു വിടുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി തന്നെ ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾക്ക് ഭീകര സംഘടനയുടെ ആസ്ഥാനം നശിപ്പിക്കാൻ സാധിച്ചു. ഈ അടിച്ചമർത്തലിനു ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് അതുപോലെ ലഷ്കർ-ഇ തയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുമായി ചേർന്നുകൊണ്ടിപ്പോൾ ഓപ്പറേഷനിൽ നശിപ്പിക്കപ്പെട്ട ആസ്ഥാനം, പരിശീലന ക്യാമ്പുകൾ, ലോഞ്ച് പാഡുകൾ എന്നിവ പുനർനിർമ്മിക്കുന്നു എന്ന അല്ലെങ്കിൽ ഇതിന് സംഭാവനകൾ തേടുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ആക്രമണങ്ങളിൽ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ആകട്ടെ വലിയ രീതിയിൽ അസ്വസ്ഥനാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നതാണ്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഭീകര കേന്ദ്രങ്ങൾ അവർ പുനർനിർമ്മിക്കാനുള്ള വഴികളിലേക്ക് അല്ലെങ്കിൽ ആ വഴി തിരഞ്ഞു പിടിച്ചുകൊണ്ട് അതിനായുള്ള ഫണ്ട് സ്വരൂപിക്കാനായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.